ദിവ്യകാരുണ്യ തിരുനാൾ അഥവാ നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ. വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിചിന്തനം 5 പോയിന്റുകളായി ക്രമീകരിക്കുകയാണ്. 1. പഴയ ഉടമ്പടി. അത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സീനായ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന രംഗമാണിത്. സീനായ് മലയെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്ത ജനം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അനുഭവിക്കുന്നത് ദൈവം ഭക്ഷണവും സംരക്ഷണവും നൽകി നയിക്കുന്നതിലൂടെയാണ്. ദൈവം ഇസ്രായേൽക്കാരുമായി ചെയ്ത ഉടമ്പടി ഇതാണ്: നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. പുറപ്പാട് 19:5-6 വരെ. അവർ ഏകസ്വരത്തിൽ പഴയ ഉടമ്പടി സമ്മതിച്ചു. അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. പുറപ്പാട് 24:3-7 വചനങ്ങൾ. തുടർന്ന് മോശ ബലിപീഠത്തിൽ നിന്ന് കാളക്കുട്ടിയുടെ രക്തമെടുത്ത് ബലിപീഠത്തിലും ജനങ്ങളുടെ മേലും തളിച്ചു. അങ്ങനെ പഴയ ഉടമ്പടി ഉറപ്പിച്ചു. തത്ഫലമായി ദൈവവും ഇസ്രായേൽക്കാരും രക്തബന്ധുക്കളായി മാറി. പുറപ്പാട് 24:8. അന്നു മുതൽ അവർ ദൈവജനമായി തീർന്നു. ആ ഉടമ്പടിയുടെ നിബന്ധനകളാണ് ദൈവം മോശ വഴി അവർക്ക് നൽകിയ പ്രമാണങ്ങൾ അഥവാ ചട്ടങ്ങൾ. 2. പുതിയ ഉടമ്പടി. സ്നേഹിക്കുന്ന ജനത്തിന് അപ്പം കൊടുക്കുവാൻ അപ്പത്തിൻ്റെ വീട്ടിൽ പിറന്നവൻ അപ്പമായവൻ സ്വന്തം ശരീരവും രക്തവും പങ്കിട്ട് ഒഴുക്കി നൽകുന്നതാണ് പുതിയ ഉടമ്പടി. 3. യേശു അപ്പമെടുത്തു. ഭൂമിയും അധ്വാനവും ദൈവകൃപയും ഉണ്ടെങ്കിലേ അപ്പമുണ്ടാകൂ. യേശു അപ്പമെടുത്ത് ഉയർത്തിയപ്പോൾ അപ്പത്തോടൊപ്പം ഈ ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും ജനങ്ങളെയും പ്രാന്തപ്രദേശത്ത് കഴിയുന്ന ജനങ്ങളെയും ഉയർത്തുന്നു. പുറപ്പാട് പുസ്തകം 19:5, ലേവ്യരുടെ പുസ്തകം 25-23. ഈ ജനങ്ങളോടൊപ്പം യേശുവിൻ്റെ പ്രത്യേക പരിഗണനയോടെ ഉയർത്തുന്നത് സുവിശേഷ ലോകത്തിലെ ആളുകളെയാണ്. അവർ അന്ധർ, ചെകിടർ, മുടന്തർ, കുഷ്ഠരോഗികൾ, വിശക്കുന്നവർ, ദാഹിക്കുന്നവർ, കാരാഗൃഹവാസികൾ, നഗ്നർ, പരദേശികൾ, രോഗികൾ മുതലായവരാണ്. മത്തായി 11:4-5 വരെയും 25:38-40 വരെയും. ഇവരാണ് യേശുവിൻ്റെ ശരീരം. യേശു എടുത്തുയർത്തിയിട്ട് പറയുന്നത്: 1. ഈ ഭൂമി നിനക്കായുള്ളതാണ്. ഈ ഭൂമിയിലെ സകലതും നിനക്കാണ്. എല്ലാവർക്കും ഭൂമി ലഭ്യമാകണം. ജനങ്ങളുടെ ഹൃദയങ്ങളുടെ വികസനമാണ്, അവർ ജീവിക്കുന്ന ഗ്രാമങ്ങളുടെ വികസനമാണ് വേണ്ടത്. ജനകേന്ദ്രീകൃത വികസനം വേണം എന്ന് ചുരുക്കം. എടുത്തുയർത്തിയിട്ട് യേശു രണ്ടാമതായി പറയുന്നത്: ഈ ശരീരം നിനക്കായി മുറിക്കപ്പെട്ട ശരീരമാണ്. മുറിക്കപ്പെട്ട ശരീരത്തിലൂടെ, അപ്പത്തിലൂടെ ദൈവ സാന്നിധ്യം അറിയുക, അനുഭവിക്കുക. അപ്പം മുറിച്ചപ്പോഴാണ് എമ്മാവുസിലെ ശിഷ്യർ യേശുവിനെ തിരിച്ചറിഞ്ഞത്. മുറിവിലൂടെയാണ് വിശുദ്ധ തോമ യേശുവിനെ മനസ്സിലാക്കിയത്. എടുത്തുയർത്തിയ യേശു പറയുന്നത്: ഇതെൻ്റെ മുറിക്കപ്പെട്ട ശരീരമാണ്. ഈ ശരീരം കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രാതലൊരുക്കി വിളമ്പുമെന്നുള്ളതാണ്. 4. ചിന്ത. വിശുദ്ധ ബലി നമ്മൾ ഉണർത്തുന്ന ഉത്തരവാദിത്വത്തെ വിശുദ്ധ ജോൺ ക്രിസോസ്തോമിൻ്റെ വാക്കുകളിലൂടെ ശ്രവിക്കുന്നതാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്തോം പറയുന്നു: അടിച്ചമർത്തപ്പെടുന്നവരും വ്രണിതരുമായ പാവങ്ങൾ വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ ശുദ്ധ പകർപ്പുകളാണ്. ക്രിസ്തു ശരീരത്തിന് പ്രണാമമർപ്പിക്കാൻ നിങ്ങൾ നേരായി അഭിലഷിക്കുന്നുവോ? എങ്കിൽ അവിടുന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനായിരിക്കുമ്പോൾ അവിടത്തെ അവഗണിക്കരുത്. ഇവിടെ ദേവാലയത്തിൽ അവിടത്തേക്ക് സിൽക്ക് ദുപ്പട്ട കൊണ്ട് മുഖാവരണം തീർക്കുന്ന നീ പുറത്തവിടുന്ന് നഗ്നതയിലും തണുപ്പിലും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തെ കണ്ടില്ലെന്ന് നടിക്കുകയോ? ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞവൻ തന്നെയാണ് എനിക്ക് വിശന്നു, നീ എനിക്കൊരു പിടി ചോറ് തന്നില്ല, ഞാൻ മരണാസന്നനായിരുന്നു, നീ വായ്ക്കരിയിട്ടില്ല എന്നും പറഞ്ഞത്. അവിടുത്തെ തിരുവത്താഴ മേശയെ സ്വർണ്ണക്കാസുകൊണ്ട് ഭാരപ്പെടുത്തുന്നതും അവിടുന്ന് തന്നെ വിശന്നു തളരുന്നതും തമ്മിൽ എന്ത് പൊരുത്തം! ആദ്യം അവിടുത്തെ വിശപ്പകറ്റൂ, പിന്നെ അവിടുത്തെ അൾത്താരമോടിയാക്കൂ. അവിടത്തേക്ക് ഒരു പാത്രം പച്ചവെള്ളം നിഷേധിക്കുന്ന വേളയിൽ തന്നെ അവനായി സ്വർണ്ണക്കാസ് നിർമ്മിക്കുകയോ?
5. പരിശുദ്ധ കുർബാനയുടെ സാമൂഹിക പ്രതിബദ്ധത സഭയുടെ പഠനങ്ങളിൽ. 24/2/1980 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എഴുതിയ കർത്താവിന്റെ അത്താഴം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ബാക്കി പത്രമായി മാനെ നോബിസ്കും ദോമിനെ നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും എന്ന പ്രബോധനത്തെ നമുക്ക് കാണാവുന്നതാണ്. പരിശുദ്ധ കുർബാനയുടെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് ഇവിടെ വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അത് 20ാമത്തെ നമ്പറിൽ നമുക്ക് കാണാവുന്നതാണ്. സഭ ആധുനിക ലോകത്തിൽ നമ്പർ 39 പാപ്പ നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും എന്ന രേഖയിലെ 20ാമത്തെ ഖണ്ഡികയിലേക്ക് വരിക. ജോൺ പോൾ രണ്ടാമൻ പാപ്പ അവിടെ പറഞ്ഞു വെക്കുന്നത് ഇതാണ്: പരിശുദ്ധ കുർബാന എന്നത് നീതിയും സാഹോദര്യവുമെന്നാണ്. സഭ ആധുനിക ലോകത്തിൽ എന്ന രേഖയിൽ 39ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്: ദൈവം നമുക്കായി പുതിയൊരു ഭൂമി, പുതിയൊരു വാസസ്ഥലം ഒരുക്കുന്നു. അവിടെ നീതി ജലം പോലെ ഒഴുകും. അവിടെ മനുഷ്യഹൃദയങ്ങളിൽ നിന്നുയരുന്ന സമാധാനത്തിനു വേണ്ടിയുള്ള ആഗ്രഹത്തിന് അനുഗ്രഹം ലഭിക്കുമെന്നാണ് പറഞ്ഞു വയ്ക്കുക. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ചലോ കൽക്കത്ത എന്ന നോവലില് ബിൽമിത്ര പറയുന്നു: ദരിദ്രൻ ഭക്ഷണം അന്വേഷിക്കുമ്പോൾ ധനവാൻ വിശപ്പ് അന്വേഷിക്കുന്നു. ഒരു സ്മോൾ അടിച്ച് അവൻ വിശപ്പ് വരുത്തുകയും ചെയ്യുന്നു. ഗാന്ധിജി ഒരിക്കൽ ഹരിജൻ പത്രത്തിൽ എഴുതി: ടു ദ പുവർ മാൻ God dare not appear except in the form of bread, and the promise of work grounding pauperism cannot lead to anything else than moral degradation. Every human society has a right to live and therefore to find the wherewith all to feed himself. പോപ്പുലറും പ്രോഗ്രസീവോ ജനതകളുടെ പുരോഗതി എന്ന രേഖയിൽ നമ്പർ 47 പരിശുദ്ധ കുർബാനയുടെ ഈ ഒരു മാനം വളരെ കൃത്യമായി എടുത്തു പറയുന്നു. അവസാനമായി പരിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉച്ചിയും ഉറവയുമാണ്, തുടക്കവും ഒടുക്കവുമാണ്, ആദിയും അന്ത്യവുമാണ്. സ്നേഹവും സാഹോദര്യവും ഈ ഭൂമിയിൽ വരുവാൻ സ്വന്തം ശരീരരക്തങ്ങളെ യേശു നമുക്ക് മുറിച്ചൊഴുക്കി തന്നതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയവും ആരോഗ്യവും സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം മുറിച്ചൊഴുക്കി നൽകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അനന്തമായ കാരുണ്യം നമ്മളിലൂടെ പൂർണ്ണമാകും. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.